നമസ്കാരം, എല്ലാവർക്കും നവമി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു നാടൻ കറിയാണ് തയ്യാറാക്കുന്നത്. ഉണക്കയിലയും ഏത്തക്കായും. ഇത് അമ്മയാണ് തയ്യാറാക്കുന്നത്. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ കറിയാണ്. ഉണക്കയിലയും ഏത്തക്കായും. ഉണക്കയില 2 എണ്ണം, ഏത്തക്കായ 2 എണ്ണം. കായ അരിഞ്ഞ് കുറച്ച് സമയം മഞ്ഞൾ വെള്ളത്തിലിടണം കറ പോകാൻ. ഉണക്കയില കുറച്ച് സമയം വെള്ളത്തിലിടണം ഉപ്പ് പോകാൻ. ഇനി നമുക്ക് ഇത് നന്നാക്കി എടുക്കാം. അയിലയും കായയും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കായ ഈ വലുപ്പത്തിൽ അരിഞ്ഞെടുക്കണം. ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. 1 മുറി തേങ്ങ വടിയെ അരച്ചെടുത്തത്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കടുക്, 1 ചെറിയ ഉള്ളി, 2 വറ്റൽമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 1 ചെറിയ കഷ്ണം കുടംപുളി, വേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ. ഇനി നമുക്ക് അയില ഒന്ന് വറുത്തെടുക്കാം. അതിന് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ തിളച്ചിട്ടുണ്ട്. ഇനി മീനിട്ട് കൊടുക്കാം. ഈ അയില അധികം മൊരിക്കണ്ട, പകുതി വേവാക്കിയാൽ മതി. അത് ഗ്യാസ് സിമ്മിലിട്ട് വറക്കണം. അതിൻ്റെ പച്ചമണം ഒന്ന് പോയി കിട്ടിയാൽ മതി. ഇത് വറുത്തിടാറായിട്ടുണ്ട്. മീനായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇനി നമുക്ക് ചട്ടി അടപ്പത്ത് വെച്ച് കറി റെഡിയാക്കാം. കഴുകി വച്ചിരിക്കുന്ന കായ ഇനി അതിലേക്ക് അരച്ച് വച്ചിരിക്കുന്ന തേങ്ങ ഒഴിക്കാം. ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് കായ കൊഴുപ്പുള്ള കാരണം കൊണ്ട് ഇത്തിരി കൂടുതൽ വെള്ളം വയ്ക്കണം, അല്ലെങ്കിൽ ചാറ് പെട്ടെന്ന് കുറുകിപ്പോവും. കുറച്ച് ഉപ്പ് കുറച്ചിട്ടാൽ മതി. അതിലേക്ക് ഉപ്പുള്ളതാണ്. അപ്പം ഉപ്പ് വരങ്ങി പിന്നെ ഇട്ടാൽ മതി. കറി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, 2 വേപ്പില, വറുത്ത് വച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. കായ പകുതി വേവായതിന് ശേഷമാണ് മീനും ഇതൊക്കെ ഇട്ടത്. ഇനി ഒരു 5 മിനിറ്റും കൂടിയും വെന്താൽ മതിയാവും. ഇതിലേക്ക് 1 കഷ്ണം പുളി ഇട്ട് കൊടുക്കാം. പുളി അധികം ഇടരുത്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കായും അയിലയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ചട്ടി അടപ്പത്ത് വെച്ച് കറി വറുത്തിടാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കടുക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളി, മുളക്, വേപ്പില, ഉള്ളി മരിഞ്ഞിട്ടുണ്ട്. ചട്ടി ഇറക്കി കൈ പിടിച്ചിട്ട്
ഇതിനകത്തേക്ക് ഒരു ഇത്തിരി മുളക് പൊടി ഇട്ടിട്ട്, അപ്പോൾ അത് മുളക് പൊടി കരിയരുത്, ഇത് കളർ കിട്ടാൻ വേണ്ടി ഇടണതാണ്. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ഉണക്കയില ഏത്തക്കായ കറി തയ്യാറായിട്ടുണ്ട്. ഇത് പണ്ട് മുതലേ അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് ബെൽ ബട്ടൺ വരും, അതും കൂടെ മറക്കാതെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ ഓൺ ഓപ്ഷൻ ആക്കി വയ്ക്കുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.